ഹലോ ഹലോ ടെസമോളെ. അമ്മ ഞാനേ ഉത്രാടായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേനെ ഒന്ന് കാണാൻ. ഹലോ 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 വീണ്ടും ആ സ്പീക്കർ കംപ്ലൈന്റ് ആയോ മോളെ? ഹലോ എത്ര നേരായി പണി തീർന്നില്ലേ? ഫോണിൽ ഇങ്ങനെ കുത്തിനിന്ന വേഗം പണി തീരുമല്ലോ. തൊള്ള തടിച്ച് വരിക. താഴെയിരുന്ന് പണിയെടുത്താലേ തറയൊക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ. ഇങ്ങനെ മുട്ടുവേനാന്നുകൊണ്ട് കള്ളം പറഞ്ഞിരുന്നോളൂ. ഇപ്പൊന്ന് വേഗം ആവട്ടെ. ഇതാര് ടെസയോ? സാധനങ്ങൾ കുറെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എടുക്കാൻ. ആ ചേട്ടാ അമ്മ. ഡേവിഡ് ഗെറ്റ് ഇൻസൈഡ്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കൂടെ കൂടെ ഇങ്ങനെ വരാൻ പറ്റില്ലെന്ന്. ഉത്രാടമല്ല അമ്മേനെ ഒന്ന് കാണാൻ. വേഗം കണ്ടിട്ട് പൊക്കോണം. അമ്മ മോളെ, എന്റെ അമ്മയ്ക്ക് എന്റെ വക ഒരു ഓണസമ്മാനം. അയ്യോ എന്തിനാ മോളെ വെറുതെ പൈസയൊക്കെ കളയുന്നത്? എത്ര നാളായെന്ന് വെച്ചാ കേടായ ഫോൺ ഉപയോഗിക്കുന്നേ. ഇതേ എന്റെ ഫസ്റ്റ് സാലറി എന്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാ. ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നേ ന്യൂജൻ ഓണം ഓഫർ വഴി ഫോൺ മേടിച്ചുകൊണ്ട് നല്ല കിട്ടില്ല ഫോൺ തന്നെ കിട്ടി. ത്രേസ്യേ, ഇവിടെ തുടച്ചൊന്നും ശരിയായിട്ടില്ല. ഒന്ന് വന്ന് നോക്കിയേ. കണ്ടോളുമാര് വന്നോളും സമയം കളയാൻ വേണ്ടിട്ട്. അമ്മ ഇനി ഈ ജോലി ചെയ്യണോ? എനിക്കാണിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. എൻ്റെ അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ദയവ് ഇത് ഇനി എൻ്റെ കൂടെ വരില്ലെന്ന് മാത്രം പറയരുത്. ഇതെങ്ങോട്ടാ? എൻ്റെ അമ്മേനെ ഒരു അടിമയായിട്ട് കാണുന്ന വീട്ടിൽ ഇനി ഞങ്ങൾ ഒരു നിമിഷം പോലും നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ കൂട്ടി പോവാ. ടെസ, എന്താ അതൊക്കെ? ത്രേസ്യേച്ചി ഞങ്ങളുടെ ചേച്ചിനെ പോലെ കണ്ടേ. പിന്നെ എനിക്ക് കുറച്ച് വഴക്ക് പറയുന്നല്ലാതെ എനിക്ക് ത്രേസ്യേച്ചി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗം അല്ലേ ഇവിടെ? സ്വന്തം ചേച്ചിയെ പോലെ എൻ്റെ അമ്മയെ കണ്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരില്ലായിരുന്നു. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരെ സ്വന്തം കുടുംബമായിട്ട് കണ്ടില്ലേലും അവർക്ക് ഒരു കുടുംബമുള്ള കാര്യം ഓർമ്മ വേണം. വാമേ ഞങ്ങൾ പോവാ. ത്രേസ്യ, അതെ, പുതിയ ഫോണിൽ നമുക്കൊരു സെൽഫി എടുത്താലോ? ആമാ.